മലപ്പുറത്ത് CPIM ജില്ലാ സമ്മേളനം തുടരുന്നതിനിടെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി SDPIയുടെ വെളിപ്പെടുത്തൽ. തെരഞ്ഞെടുപ്പിൽ താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്നാണ് വെളിപ്പെടുത്തൽ. വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്ന് SDPI മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്. അതേസമയം താനൂരിൽ മുസ്ലിം ലീഗിനെതിരായി അന്ന് ഒരു ജനകീയ കൂട്ടായ്മയാണ് രൂപീകരിച്ചതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു തീവ്രവാദ സംഘടനയുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസും പറഞ്ഞു. അഭിമന്യുവിന്റെ ആത്മാവിനെ ഒറ്റുകൊടുത്തതിന്റെ പ്രതിഫലമാണ് അബ്ദുറഹ്മാന്റെ മന്ത്രിസ്ഥാനമെന്ന് PK ഫിറോസ് പ്രതികരിച്ചു. മുബഷിർ P. അക്ബർ നമുക്കൊപ്പം ചേരുന്നു. മുബഷിർ, വലിയ രീതിയിൽ LDFനെ തന്നെ വെട്ടിലാക്കുന്ന പ്രസ്താവനയാണല്ലോ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ CPIM ഈ പ്രതിരോധത്തിലൂടെ കടന്നു പോകുന്നത്? മന്ത്രിയുടെ മറുപടി അത് വേണ്ട രീതിയിൽ ഒരു ന്യായീകരണമായി മാറുന്നുണ്ടോ? തീർച്ചയായും സുജയ, സമ്മേളനങ്ങളിലുടനീളം ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ CPM നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് താനൂരിലെ MLA കൂടിയായിട്ടുള്ള മന്ത്രി വി അബ്ദുറഹിമാന്റെ വിജയത്തിൽ SDPI പിന്തുണച്ചിരുന്നു എന്നൊരു പരോക്ഷ വെളിപ്പെടുത്തലുമായി SDPI തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലൂടെ വി അബ്ദുറഹിമാൻ നടത്തിയൊരു പ്രതികരണമുണ്ടായിരുന്നു. നേരത്തെ വിവാദ പ്രസ്താവന നടത്തിയ വിജയരാഘവനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ വി അബ്ദുറഹിമാൻ രംഗത്ത് വന്നിരുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ഉന്നയിച്ചുകൊണ്ടാണ് SDPI അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വന്ന വഴി വി അബ്ദുറഹിമാൻ മറക്കരുത് എന്നുള്ളതാണ് SDPI മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എങ്ങനെയാണ് അബ്ദുറഹിമാൻ വിജയിച്ചത് ഓർക്കണമെന്നുള്ളതും SDPI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രി വി അബ്ദുറഹിമാൻ തന്നെ രംഗത്ത് വന്നത്. അദ്ദേഹം പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഒരു സൗണ്ട് ബൈറ്റിൽ സൂചിപ്പിച്ചത്. താനൂരിനെ സംബന്ധിച്ച് അവിടെ കാലങ്ങളായി ഏകാധിപത്യയെ പോലെ പെരുമാറിയിരുന്ന മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികൾക്കെതിരായ ഒരു വികാരം ആ ഒരു മണ്ഡലത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ തന്നെ സഹായിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനെതിരായിട്ടുള്ളൊരു ജനകീയ കൂട്ടായ്മയായിട്ടായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും വി അബ്ദുറഹിമാൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ SDPIക്കെതിരെ വിമർശനവുമായി അത്തരമൊരു ബന്ധവും തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രതികരണവുമായി CPM മലപ്പുറം ജില്ലാ നേതൃത്വവും രംഗത്ത് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു സോഫ്റ്റ് കോർണറിലൂടെ വി അബ്ദുറഹിമാൻ പ്രതികരണം നടത്തിയപ്പോൾ ഒരു ഭീകരവാദ സംഘടനകളുമായി സന്ധി ചെയ്തല്ല താനൂരിൽ മത്സരിച്ചത് എന്നുള്ളതാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള EN മോഹൻദാസ് വ്യക്തമാക്കുന്നത്. SDPI ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും അവർ അത്തരം സംഘടനകളുമായി ഒന്നും തന്നെ ബന്ധമുണ്ടാക്കിയല്ല താനൂരിൽ മത്സരിച്ചത്. മതനിരപേക്ഷ വോട്ടുകളിലൂടെയാണ് അവിടെ വി അബ്ദുറഹിമാൻ വിജയിച്ചു കയറിയത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിനെതിരെ മുസ്ലിം ലീഗിന്റെ അവിടെ മത്സരിച്ചിരുന്ന സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള PK ഫിറോസും രംഗത്ത് വന്നിട്ടുണ്ട്. SDPI ജമാഅത്ത് ഇസ്ലാമി BJP ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്നും പണം നൽകിക്കൊണ്ട് വോട്ട് വാങ്ങിക്കൊണ്ടാണ് അവിടെ വി അബ്ദുറഹിമാൻ വിജയിച്ചതെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു. അത് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് PK ഫിറോസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും CPMന്റെ ജില്ലാ സമ്മേളനം താനൂരിൽ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് SDPIയുടെ ഒരു വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാകുന്നത്. സുജയ, പാർവതി.